ഹലോ ഗൈസേ, കേരളത്തിൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന ആളുകൾ ഇല്ല എന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ RJ ഗദ്ദാഫി, പോർട്രേസ് ബൈ ഗദ്ദാഫി, അതല്ലേ ഒരു ചാനലിൻ്റെ പേരിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ, തൊപ്പി നല്ലൊരു മാസ്ക്, മൊത്തം കവർ ചെയ്യുന്ന ഒരു മാസ്ക്, 2 കണ്ണ് മാത്രമേ കാണാനുള്ളൂ, ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ഇൻ്റർവ്യൂ, അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൻ രീതിയിൽ വൈറലായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടിട്ടുള്ളത്, വ്യൂസ് ഉള്ളത്. അപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ അതൊരു കണ്ടൻറ്റാക്കി എടുത്തിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുന്നത്? വളരെ പെട്ടെന്നല്ല, വൈറലാവുന്നത്. ഇത് ഇത്രയും ആളുകൾ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഒരു പക്ഷേ ഇന്ന് ഈ യുദ്ധം നടക്കുന്നത് പോലും ഈ ഒരു വീഡിയോൻ്റെ അത്രത്തോളം റീച്ച് കിട്ടുന്നുണ്ടോ ഇല്ലേ മലയാളികൾക്കിടയിൽ എന്നുള്ളൊരു ഡൗട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെക്സ് വർക്ക് എന്ന് പറയുന്നൊരു സംഗതി, ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു കാര്യം തുടക്കത്തിൽ ഞാൻ കറക്റ്റ് ചെയ്യട്ടെ കേസ്. ഇവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു ടാഗിലാണ് ആ ഇൻ്റർവ്യൂവിനെ കൊണ്ടുവന്നുള്ള ആളെ, ആരായിട്ടാണല്ലോ ഇൻ്റർവ്യൂ ചെയ്യുന്ന അയാളെ അവിടെ പറയുന്നത്, ബ്രാൻഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നതിനെ കൂടുതൽ അവിടെ മെയിൽ സെക്സ് വർക്കർ എന്നൊരു സംഗതി അവിടെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു കേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആളുകളുടെ പൊതുവെയുള്ളൊരു സംഭവം, ഇപ്പോൾ മെയിൽ പെണ്ണുങ്ങൾ മാത്രമാണ് സെക്സ് വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള, കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ചിന്താ രീതിയിലാണ് മലയാളികളുടെ ഒരു പോക്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേസ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം എടുക്കുക. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ പല ആളുകളും, അതായത് ഒരു പെണ്ണിനെ സ്ലട്ട് ഷെയിം ചെയ്യുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവരുടെ വിസിബിലിറ്റിന് കൂടി വരുന്ന സമയത്ത് പലരും പറഞ്ഞാൽ അവർ സെക്സ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെ. അപ്പോൾ ഇവിടെ സെക്സ് വർക്ക് എന്നുള്ളൊരു സംഗതി സ്ത്രീയായിട്ട് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് പൊതുവേ ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. ഇനി ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്തിട്ട് ജീവിക്കണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനങ്ങനെയല്ല, പൊതുവേ ആളുകൾ സംസാരിക്കുമ്പോഴേ ആ ഒരു രീതിയിലാണ് പലരും സംസാരിക്കാം. ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ഇൻ്റർവ്യൂ നോക്കി അതിൽ ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. അതെന്താ അങ്ങനെ ഒരു ചിന്ത മൈൻഡിൽ വരെയുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇത് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക്, ആ ആങ്കർക്ക് ഈ ഒരു സാധനം മൈൻഡിൽ കയറിയുള്ളതുകൊണ്ടാണ്, എംബഡഡ് ആയിട്ടുള്ളതാണ്. വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചോദ്യം വ്യൂവേഴ്സ്, ഈ വീഡിയോ കാണുന്ന ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ മൈൻഡിൽ ഇവർ സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംഗതി. പക്ഷേ ആണ് സെക്സ് വർക്ക് ചെയ്യുന്നു എന്നൊരു സംഗതി, ആ ഒരു റിയാലിറ്റി മലയാളികളുടെ സൈക്കിളിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അതൊരു പാട്രിയാർക്കലായിട്ടുള്ളൊരു സെറ്റപ്പിൽ ആണുങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങൾ അടിപൊളി മനുഷ്യരാണ് എന്നുള്ളൊരു സംഗതി. അപ്പോൾ ഈ സെക്സ് വർക്ക് അങ്ങനെ ഒരു ഇതാണോ എന്നൊരു ഡൗട്ടുണ്ട്. വേറൊരു ചിന്ത നമുക്ക് എനിക്ക് വരുന്നൊരു സംഗതി, ആണുങ്ങൾ ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്. ആണുങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്നൊരു സംഗതി ആണ് തോന്നുന്നത്. അതായത് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ പവർ കൈയാളുന്ന ആളുകൾ, സെക്സ് വർക്കിനൊക്കെ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കറിയിട്ട്, ഇത് റേപ്പല്ലല്ലോ സംഭവം, പീഡിപ്പിക്കലൊന്നുമല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ നടക്കില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണോ എന്ന്. അതായത് വളരെ പവർഫുള്ളായ ആളുകൾ എങ്ങനെയാണ് സെക്സ് വർക്കിന് ഇറങ്ങുക, അങ്ങനെ ഒരു സാധനമാണോ എന്നൊരു സംഭവം. അതായത് സെക്സ് വർക്കിന് പറഞ്ഞ ആളുകൾക്ക് അവർക്ക് കാശ് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ പവർഫുള്ളായ ആളുകൾ ആണ്, അല്ല ഇങ്ങനെ ഉണ്ട് കേട്ടോ, എന്തൊക്കെ ഞാൻ പറയണം. ആണ് സെക്സ് വർക്കിന് ഇറങ്ങുന്നു, ആണ് പവർഫുള്ളാണ്, ഇങ്ങനൊരു ചിന്തയൊക്കെയാണ് തോന്നുന്നത്. ആണ് അങ്ങോട്ടാണ് പൊതുവെ കാശ് കൊടുക്കുക. പക്ഷേ ഇത് സെക്സ് വർക്കിന് എങ്ങനെയാണ് ആണിന് പോകാൻ പറ്റുക, സെക്സ് വർക്ക് ചെയ്യുന്ന ആണിന് എങ്ങനെയാണ് ഇങ്ങോട്ട് കാശ് കൊടുക്കുക, ഈ ഒരു സാധനമൊക്കെ. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സാധനമാണ് കേസ്. നമ്മളൊരു അക്കാഡമിക് ലെവലിലൊക്കെ ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് പോകും. നമുക്ക് കുറച്ചുകൂടി ആ രീതിയിലൊന്നും പിടിക്കാണ്ട് സാധാരണക്കാർക്കും നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കേസ്. ഇതിലെ കുറച്ച് റെവലേഷൻസ്, കുറച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇത് ഒറ്റ സ്ട്രെച്ചിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ടായിരിക്കും. ആണുങ്ങൾ സെക്സ് വർക്കിന് ഇറങ്ങുന്നുണ്ട്, നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകൾക്ക് പലർക്കും അറിയാം, പക്ഷെ അത് അംഗീകരിക്കാൻ പാടാണ്. അപ്പോൾ ഇന്ന് വളരെ എന്തായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കേസിൽ ഒരു ചെങ്ങായി, പേര് കേട്ട ജിഗോളോ ആയിരുന്നു. ജിഗോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെക്സ് വർക്കർ, ജിഗോളോ, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ വാക്ക്, ഈ ടേംസിലൊക്കെ. ഇപ്പോൾ ജിഗോളോ, അതേപോലെ സെക്സ് വർക്കർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ജിഗോളോ എന്ന് ഇപ്പോൾ പലരും വിചാരിക്കുന്നത് സെക്സ് എന്നുള്ളൊരു ടാബു സബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പലരും ചിന്ത പോകുന്നത് കേസ്. ഈ 2026 ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നത് നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞത് എന്താണ് ഇങ്ങനെ പലരും പറഞ്ഞത്, ആളുകൾ വഴിതെറ്റിപ്പോവും സെക്സിനെ കുറിച്ച് ചർച്ച ചെയ്താണ്.
അങ്ങനെയൊന്നുമില്ല കേസ്. എന്ത് വഴി തെറ്റി പോകണം, വഴി തെറ്റി പോകാനുള്ള ഒരു വഴി തെറ്റി പോകും. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇപ്പോൾ അങ്ങനെയുള്ളൊരു വഴി എന്നൊക്കെ പറയുന്ന സാധനം എന്നൊരു സംഗതി ഉണ്ടായിരിക്കാം. നമുക്ക് ഒരു ഓർഡർ വേണം, സമൂഹത്തിൽ ഒരു സ്ട്രക്ചർ വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ ഇങ്ങനെ ഇമ്മോറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പോഴുണ്ട്. മൊറാലിറ്റി, എന്താണ് മൊറാലിറ്റി എന്നൊരു സംഗതിയൊക്കെ അവിടെ ഉണ്ട് കേസ്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ എന്നാലും ഇവിടെ പറഞ്ഞു വരുന്ന സാധനം ഇനി നമ്മുടെ വിഷയത്തേക്ക് വരട്ടോ. ഇവിടെ നമ്മളറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ കപ്പിൾ സ്വാപ്പിംഗ്, ത്രീസം, ഇൻസെസ്റ്റ് റിലേഷൻസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേസ്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഇവർ ലവ് മാരേജ് ആണ് വിചാരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സെക്ഷൽ ലൈഫ് കുറച്ചുകൂടി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാണിനെ പെണ്ണിനെ കൊണ്ടുവന്ന് ഇവർ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ച് സെക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ഇമോഷൻസ് അങ്ങനെ കാര്യമായിട്ട് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേസ്. അവർക്ക് എന്താ വെച്ചാൽ ആ സമയത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ബോഡി റിലാക്സ്ഡ് ആവും, മൈൻഡ് റിലാക്സ്ഡ് ആവും, പ്രഷർ കുറയും, വർക്ക് പ്രഷറും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അധികമുള്ള ആളുകൾ ഇതിന് ഇറങ്ങുന്നുണ്ടാവില്ലായിരിക്കും. ഇവർ ക്ലയൻ്റായിട്ട് വരുന്നില്ലായിരിക്കും, സെക്സ് വർക്കിന് ഇറങ്ങുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്ന സംഭവം വലിയ എമൗണ്ട് ആയിട്ടോ പലരും ഇതിന് കൊടുക്കുന്നത്. 50,000 മുതൽ 1,00,000 രൂപ വരെ, 10,000, 15,000 അങ്ങനെ വലിയ എമൗണ്ടുകളും ചെറുതോ എമൗണ്ടുകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് ഒരു രാത്രിക്കുള്ള കാര്യം പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വീണ്ടും വീണ്ടും വിളിക്കുന്ന ടീംസ് ഉണ്ട് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കപ്പിൾസും ഇങ്ങനെ വിളിക്കുന്നവരുണ്ട് കേസ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് വിളിക്കും. കൂടുതൽ 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് വിളിക്കുന്നതെന്നൊക്കെ ആ ചെങ്ങായി പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ. ഇത് നമുക്ക് അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ സദാചാര സമൂഹം സമൂഹം പൊട്ടി ഒലിക്കാണ് സംഭവം. ഇതിൻ്റെ വേറെ സംഭവം എന്താ വെച്ചാൽ പല ആളുകളും ഇയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്തോടെ എന്നൊക്കെ അവരവരെ സാഹചര്യം കൊണ്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ആ ചെങ്ങായി പറഞ്ഞു എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് വന്നിട്ടുള്ളത്, ഞാനിത് നിർത്തിയിട്ട് വേറെ ബിസിനസ്സൊക്കെ തുടങ്ങും, ഇപ്പോൾ സ്ട്രഗ്ലിംഗ് സ്റ്റേജാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അയാൾ ലീഗലായിട്ടുള്ള ഒരു സംഗതി അവിടെ ചെയ്യുന്നു. അയാളെ പീഡിപ്പിക്കാനൊന്നും പോകുന്നില്ല, അയാളെ വിളിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ അത് എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല കേസ്. അയാളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പിന്നെ ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കത് അംഗീകരിക്കാൻ പാടാണെന്നുള്ളൊരു സംഗതിയാണ്. നമുക്ക് അംഗീകരിക്കാൻ പാടാണ്. നമുക്ക് അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്ത, നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യത്തെ നമുക്ക് ഇല്ലയെന്ന് നടിക്കാനൊന്നും പറ്റില്ല. നടിക്കാൻ പറ്റും, പക്ഷേ ഇല്ലയെന്ന് അതില്ലാന്ന് നമുക്ക് പറ്റില്ല. അതവിടെ ഉണ്ട്. എന്തൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു തന്നൊരു സംഗതി എന്താ വെച്ചാൽ ഈ സംഭവമുണ്ട്. ഒരാണിനെ ഒരു ബെഡ്റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു സെക്ഷൽ ലൈഫ് സ്പൈസി ആക്കുന്ന സംഭവം. ചിലർ ഡിവോഴ്സ്ഡ് ആയിരിക്കും, ചിലർ വിഡോ ആയിരിക്കും. ചില ആളുകളെന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു പബ്ലിക് ലൈഫൊക്കെ അവർ തന്നെ, പക്ഷേ അവർ സെക്ഷൽ ലൈഫ്, പേഴ്സണൽ പ്രൈവറ്റ് ലൈഫൊക്കെ വളരെ സാഡായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഇവർ വിളിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ജിഗോളോ അല്ലെങ്കിൽ സെക്സ് വർക്കർ, മെയ് സെക്സ് വർക്കറിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇന്നത് ചെയ്യണം, ഓരോരുത്തർക്കും ഓരോ ഫാൻറ്റസീസ് അല്ലേ, ആ ഫാൻറ്റസീസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ നിൽക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ അവർ അതിനനുസരിച്ച് റേറ്റ് പറയുന്നുണ്ടായിരിക്കും. ഇത് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ചെയ്യാം എന്നുള്ളൊരു സംഗതി. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയ കേസ്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് ഗദ്ദാഫി, ഇത് നിങ്ങൾക്ക് ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, ഫീലിങ്സൊക്കെ കിട്ടൂലേ എന്നൊക്കെ. അപ്പോൾ ഇവർ തോന്നൂലേ എന്താണ് ഫീലിങ്സൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് ഈ ക്ലയൻസിന് പലരും പറയും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർക്കാം, നിങ്ങളെ എന്നെ കല്യാണം കഴിക്കുമെന്നൊരു സംഗതി നിങ്ങളൊരു കാര്യം എടുക്കുക. അപ്പോൾ സെക്ഷുവൽ ടൈമിലുള്ള ഇൻറ്റിമസി അത് ഒരാളെ കുറേ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല സംഭവം അല്ലേ. ആ ഇൻറ്റിമസി കണ്ടിട്ട് ഒരാളെ പ്രൊപ്പോസ് ചെയ്യണമെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ചേക്കും. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി സെക്ഷുവൽ പ്ലഷറാണെന്നോ ആ ഇൻറ്റിമസി ആണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനൊരു രീതിയിലേക്ക് ഇത് മാറുന്നു കേസ്. അതായത് സെക്ഷുവലി വലിയ രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്ന, പ്ലീസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ പാർട്ട്ണർ ആവാം, അതാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു സംഗതിയിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണെന്നുള്ള രീതിയിലേക്ക് ആളുകളുടെ ഉള്ളിൽ ഈ ഒരു സാധനമുണ്ട്. പക്ഷേ പലരും അത് അംഗീകരിക്കൂല എന്നുള്ള സാധനമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവെയുള്ള ഒരു മാരേജ് മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കും, ഫാമിലി നോക്കും, കാശ് നോക്കും, ജോലി നോക്കും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിൽ നല്ലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ സോ കോൾഡ് ഡീസൻ്റ് ആയ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ കല്യാണം കഴിക്കും. പക്ഷേ ഇവർക്ക് ഈ പേഴ്സണൽ ലൈഫിൽ, പ്രൈവറ്റ് ലൈഫിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും. അങ്ങനെയാണ് ഈ ജിഗോളുകളുടെയൊക്കെ ആവശ്യം വരുന്നത് പലപ്പോഴും അല്ലേ. ഈ ജിഗോളോ എന്ന് പറയുന്നത് സെക്സ് മാത്രം ചെയ്യുന്ന ഒരാളെന്നുള്ള ലെവലിലല്ല ഗൈസ്. ഇത് വേറെ സംഭവം, ഒരു കമ്പാനിയൻഷിപ്പാണ്. ഇപ്പോൾ ഡേറ്റിംഗ് ഒക്കെ ഇല്ല, ഇതിൻ്റെയൊക്കെ ഒരു ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സാധനം കൂടിയാണിത്. ഇപ്പോൾ എസ്കോട്ടായിട്ട് മെയിൽ എസ്കോട്ട്, ഫീമെയിൽ എസ്കോട്ട്, ട്രാൻസ് എക്സ്കോട്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു കമ്പാനി എന്നുള്ള ലെവലിൽ അവർ ഒരു കമ്പാനി എന്നുള്ള ലെവലിൽ സെക്ഷുവൽ ഇൻറ്റിമസിയും കൂടി ഉണ്ടാവുണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഇമോഷൻസിൻ്റെ ഒരു കാര്യം, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൽ പറയുന്നത് ഇത് ചെയ്യുന്ന ആൾക്ക് ഇമോഷണലി വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇത് ഏറ്റുവാങ്ങുന്ന ആളുകളില്ലേ, പ്രൊഫഷണലി ആയിരിക്കും ജിഗോളോ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് ഏറ്റുവാങ്ങുന്ന ക്ലയൻറ്റ് ഉണ്ടല്ലോ, ക്ലയൻറ്റ് അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക്
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇമോഷണലി ഭയങ്കരമായിട്ട് വോളറ്റൈലായിട്ടുള്ള എക്സ്പ്രസീവായ ഒരു ആണിനെ പലപ്പോഴും ഒരു പെണ്ണിന് ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ ഒന്ന് ബാക്കിൽ പിടിച്ച് നിന്നുകൊണ്ട് വലിയ കെയറൊന്നും കൊടുക്കാണ്ട് അങ്ങനെ സെക്ഷൽ ഇൻറ്റിമസിയിൽ വരുന്ന ഒരു ആണിനെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതാണ് തേപ്പിൻ്റെയൊക്കെ വേറെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു തരത്തിൽ ആ പെണ്ണിനെ പരിഗണിക്കാത്ത, ഇന്ന് പരിഗണിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ആണുങ്ങളില്ലേ, ഞാൻ പരിഗണിക്കാന്നുള്ള ഉദ്ദേശിച്ച് ഇവിടെ ഒരു തനതായ രീതിയിൽ സ്വാഭാവികമായ രീതിയിൽ ഇഷ്ടമില്ലാത്ത, എന്നാൽ അത് ഫേക്ക് ചെയ്യുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ കേസ്, ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ജെന്യുവനായ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി ഒരു പെണ്ണ് പലപ്പോഴും അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ പോകാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ കൂടെ പോകാനുള്ള ഒരു കാരണം, ഈ ചങ്ങായി പ്ലെയറാണ് എന്നല്ലിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് സെക്ഷുവലി പ്ലീസിങ് ആയ ഒരു ആണിൻ്റെ കൂടെ പോകാനുള്ള കാരണങ്ങളിലൊന്നും ഇതായിരിക്കും. ഇത് ആണ് മാത്രമല്ല, ഇത് പെണ്ണിനോട് ഇങ്ങനെ തോന്നട്ടെ ആളുകൾക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോഴും അംഗീകരിക്കാൻ വളരെ പാടുള്ള കാര്യങ്ങളിലൊന്നാണ് ഇൻസെസ്റ്റ്, റിലേഷൻഷിപ്പ് ഫാമിലി റിലേഷൻഷിപ്പുകളുടെ ഉള്ളിൽ തന്നെ ഉള്ള സെക്ഷൽ ആയിട്ടുള്ള ഒരു സംഗതി, അതേപോലെ കപ്പിൾ സ്വാപ്പിങ്, അതേപോലെ തന്നെ നമ്മൾ വേറെ സാധനം ലെസ്ബിയൻ റിലേഷൻസ്, ഇതൊക്കെ. അപ്പോൾ എന്തായാലും കഴിച്ചാൽ ഇവിടെ കേരളത്തിൽ വളരെ ടാബായിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ആളുകൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളൊരു സംഗതിയാണ്, കൂടുതൽ എത്തുന്നു എന്നുള്ളൊരു സംഗതിയാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ സെക്ഷൽ ലൈഫിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇത് അറിയാവുന്ന പല ആളുകൾക്കും കല്യാണം കഴിക്കുന്ന താല്പര്യമില്ല, ഒരു സിംഗിളായിട്ട് ജീവിക്കുക എന്നുള്ളൊരു സാധനത്തിനാണ് പലരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെയുള്ള ജിഗോളകളും സെക്സ് വർക്കേഴ്സും ഒക്കെ ഉണ്ടെക്കുന്ന ആളുകൾക്ക് എന്താ വെച്ചാൽ ആർക്ക് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രഷർ? പിന്നെ ഇന്ന് ഒരുത്തൻ്റെ കൂടെ ആണെങ്കിൽ നാളെ വേറൊരുത്തൻ്റെ കൂടെ, അല്ലെങ്കിൽ കമ്മിറ്റഡായ റിലേഷൻഷിപ്പ് എന്ന് മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്തിട്ട് പക്ഷേ ഇപ്പുറത്ത് വേറെ സീക്രട്ട് അഫെയറുകളും ഒക്കെ ഉള്ള ആളുകളിലൊക്കെ ഇങ്ങനെ ഒരു റിയാലിറ്റി എത്തുമ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ റിസ്ക് എടുത്ത് കല്യാണം കഴിക്കുന്നത് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല കേസ്. എന്തായാലും ഫാമിലി എന്നുള്ളൊരു സ്ട്രക്ചറിനെ വലിയ രീതിയിൽ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ ഒരു അവസ്ഥ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചർച്ചകളിലേക്കാണ് ജിഗോളോ ആ ചങ്ങായില്ലേ അതിൻ്റെ മുഖം മൂടിക്കാർ ആ ഒരു ഇൻ്റർവ്യൂ എത്തുന്നത്. ഞാൻ ആ ഇൻ്റർവ്യൂവിനെ അങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് കേസ്. അല്ലാണ്ട് ചുമ്മാ ഒരു സെക്സ് വർക്ക് അയാളുടെ സന്തോഷത്തിന് വേണ്ടി സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയല്ല കേസ്. അയാൾക്ക് കാശിന് ആവശ്യമുണ്ടായിരുന്നു, അയാളെ വിളിക്കുന്നുണ്ടായിരുന്നു, അയാളൊരു സൂയിസൈഡ് ചെയ്യുന്ന വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് തിരിച്ചു വന്ന് അയാൾക്ക് നിയമം തെറ്റല്ല എന്ന് പറയുന്ന ഒരു കാര്യം അയാൾ ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അത് ആഗ്രഹമുള്ള ആളുകളുണ്ട്, അതിന് വേണ്ട റെമ്യൂണറേഷൻ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അയാൾ മടുക്കോളം ചെയ്യട്ടെ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പലരും ഉണ്ട്, STDs ഉണ്ടാവും, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ആ ഒരു ആങ്സൈറ്റി ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേസ്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഹെൽത്ത് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് ആ രീതിയിൽ ഹൈജീൻ ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊരു സംഭവം. എന്തായാലും ഇവിടെ ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഏത് ജെൻഡറിലുള്ള ആളുകളും ശരി, ഏത് പ്രായത്തിലുള്ള ആളുകളായാലും ശരി, ഈ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേസ്. അപ്പോൾ ഇവിടെ കാശ് വാങ്ങിയിട്ട് ഇത് ചെയ്യുന്നു, അത് വലിയ മോശമല്ലേ, നിങ്ങൾക്ക് ജെന്യൂനായിട്ട് ഒരാൾ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ ഇത് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ സദാചാര ടമച്ചയിലെ വസന്തങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേസ്. ഞാൻ കാര്യം പറ്റ കേസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനൊരു സമയത്ത് അച്ഛനെ വസന്തിച്ച് പിടിപ്പിച്ച് ഒരു കാര്യമില്ല കേസ്. ഇവിടെ ആളുകൾക്ക് വേണ്ടത് പലരും ഇമോഷണലായ സാധനങ്ങൾ ഇതൊന്നുമല്ല കേസ്. ആളുകൾക്ക് വേണ്ടത് കുറച്ചും കൂടിയൊക്കെ വേറെ എന്തൊക്കെ ഒരു സംഭവമാണ്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്തായാലും പിന്നെ പലരും പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പേടിയാവുന്നു, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ പെടാൻ പേടിയാവുന്നു, കാരണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അഫയേഴ്സൊക്കെ പലർക്കും ഉണ്ടായിരിക്കൂലേ, ഇങ്ങനെയുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ടാവില്ലേ, ഹുക്കപ്പുകൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഒരാളെ മുഴുവനായിട്ട് വിശ്വസിക്കുക എന്നൊക്കെ. ഇതാണ് ലൈഫ്, ഇതാണ് സൊസൈറ്റി, ഇങ്ങനൊരു സംഭവമാണ്. പിന്നെ എനിക്ക് ഇന്ന് പറയാനുള്ള വേറൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകളിലൂടെ, ഇങ്ങനെയുള്ള കുറേ എക്സ്പോഷറുകളിലൂടെ, ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക എക്സ്പ്ലോറേഷൻസിലൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഒരാൾക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിച്ച് ഒതുങ്ങുന്നല്ല, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു കേസ്. ഫ്രണ്ട്ഷിപ്പ് ബേസ് ആയിട്ടുള്ള ഒരു സംഗതി. മറ്റെന്താ പറയുക, നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ചെറുപ്പം മുതൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നു, അയാളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ മാട്രിമോണി സൈറ്റുകൾ വഴി വീട്ടുകാരൊക്കെ ഓക്കെ പറഞ്ഞുള്ള ഒരു ചെങ്ങായിനെ കല്യാണം കഴിച്ചു, എന്നിട്ട് ഇങ്ങനെ പോണേക്കാൾ നല്ലത് ആദ്യം തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പോയിട്ട് ഏറ്റവും അവസാനം ഇതല്ല എനിക്ക് കല്യാണം കഴിച്ചാൽ മതി, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് കിട്ടാൽ മതിയെന്നോ, അല്ലെങ്കിൽ പ്രേമിച്ച് കെട്ടാമെന്നോ, അല്ലെങ്കിൽ ഇന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യില്ല. ഇത് ചോയ്സാണ്, ഇതൊക്കെ നമ്മുടെ ചോയ്സുകളാണ് കേസ്. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ പിന്നെ അവസാനത്തെ എത്തിപ്പെടുന്ന റിലേഷൻഷിപ്പ് അടിപൊളിയാന്ന് തോന്നുന്നു കേസ്. പിന്നെ വേറെ രണ്ട് തുടക്കത്തിൽ ഒരു റിലേഷൻഷിപ്പ് എത്ര അടിപൊളിയാണെങ്കിലും ശരി, ഇപ്പോൾ ചിലപ്പോൾ സെക്ഷുവൽ സാധനം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പല ആളുകൾക്ക് റിലേഷൻഷിപ്പ് തന്നെ മടുക്കാൻ സാധ്യതയുണ്ട് കേസ്. എനിക്ക് പേഴ്സണലി അറിയാം പലരും
അവർ ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജൊക്കെ ഒരു തുടക്കത്തിലുള്ള ഇതൊന്നും സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമൊന്നും ഇപ്പോൾ അവർ ലൈഫിലില്ല എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അവർ മെൻ്റലി ഭയങ്കര കോമ്പാറ്റബിൾ ആയിരിക്കും ഇമോഷണലി ഒക്കെ, പക്ഷേ ഈ ഫിസിക്കൽ ടേംസിലേക്ക് വരുന്ന സമയത്ത് ഇവർക്കിത് ഭയങ്കര പ്രശ്നമായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ആവുന്ന ആളുകളുണ്ട്, ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും വേറെ വേറെ അഫയേഴ്സായിട്ട് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ രണ്ടുപേരുടേക്ക് വേറൊരാളെ ഇങ്ങനെ ജിയോളോ പോലുള്ള ഒരാളെ ത്രീസമ്മിന് വേണ്ടി കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള കുറേ ആളുണ്ട്. കള്ളവടിക്ക് പോകുന്ന ടീംസൊക്കെ വേറെ ഉണ്ട്. അത് വേറൊരു കാര്യം. ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ ജിഗോളോ എന്ന് പറയുന്നത്. കാരണം ഇത് പബ്ലിക്കായിട്ട് ആരും പറയില്ല. എനിക്ക് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ജിഗോളോ വരുന്നുണ്ട് എന്ന് ആരെങ്കിലും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമായിരിക്കും. ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ള സംഗതി. അതുകൊണ്ടാണല്ലോ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തത്. ഇല്ലല്ലോ, ആൾ കവർ ചെയ്തിട്ട് ഫേസൊക്കെ കവർ ചെയ്തിട്ടാണ് ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്. എന്തായാലും ഇതൊരു കാര്യമുണ്ട്. നമ്മൾ സൊസൈറ്റി സെക്സിനെ കുറിച്ച്, സെക്സ് വർക്കിനെ കുറിച്ച്, സെക്ഷൽ ഇൻറ്റിമസിയെക്കുറിച്ച്, സെക്ഷൽ പ്ലഷറിനെ കുറിച്ച്, ലൈഫിനെ കുറിച്ച്, ആളുകളുടെ ടോട്ടലുള്ള ഹാപ്പിനെസ്സിനെ കുറിച്ച്, ഹാപ്പിനെസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ സെക്സ് ലൈഫ് മാറുകയാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് തുടങ്ങി, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു 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 ഔട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ നിങ്ങളുടെ ഇൻ്റർവ്യൂസ് വലിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് കേസ് എൻ്റെ ഒരു പോയിൻ്റ്. അതൊരു തെറ്റിൽ പറഞ്ഞാൽ നല്ലതാണ് തോന്നുന്നത് കേസ്. ആളുകൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് ടാബു സബ്ജക്റ്റായിട്ട് കരുതേണ്ട സാധനങ്ങളൊന്നുമല്ലത്. പിന്നെ പലരും പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആളുകൾ ഇത് കാണുമ്പോഴുള്ള അവസ്ഥ എന്താ? നോ കമൻറ്റ്സ്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പലർക്കും ഒരു ഐ ഓപ്പണറാണ്, പലർക്കും ഒരു ഷോക്കാണ്. പല ആളുകൾക്ക് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ, സന്തോഷം. കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടിയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകൾ കിട്ടും തോന്നുന്ന കേസ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടും തോന്നുന്ന കേസ്. കൊച്ചി, കോഴിക്കോടൊക്കെ ഒന്നും വേണ്ട, നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കുന്ന കുറേ ആളുകൾ കാണുന്നുണ്ടായിരിക്കും. പല സൈറ്റുകളിലും ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ള പല ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ, പല ജിം ട്രെയിനേഴ്സും ഇങ്ങനെയാണ്. ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അധ്യാപക ജോലി ചെയ്യുന്ന ആളുകൾ, നൈറ്റിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സായിട്ട് വേഷം മാറി വരുന്ന ആളുകളുണ്ട്, ആ കോലത്തിൽ വരുന്നവരുണ്ട്. അങ്ങനെ കുറേ സംഗതികളുണ്ട്. ബ്ലോ ജോബ് ചെയ്യാൻ വേണ്ടി രാത്രി ഇറങ്ങിത്തിരിക്കുന്ന ടീംസ് ഉണ്ട്. ചിലവരിത് പാഷനായിട്ട് ഇറങ്ങുന്ന ആളുണ്ട്, ചിലർ കാശ് വാങ്ങി ചെയ്യുന്ന ആളുകളുണ്ട്, ചിലർ സാമ്പത്തിക മാന്ദ്യം വന്നിട്ട് ഈ ഒരു ജോബിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ റിയൽ ലൈഫ്. അല്ലാണ്ട് നമ്മൾ ഈ ഷുഗർ കോട്ട് ചെയ്ത് സെക്വൾഡ് ഡീസൻ്റായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ മാന്യന്മാരാണ്, മാന്യത്തികളാണെന്ന് പറയുന്നത് അതൊന്നും കാര്യമില്ല. ഇതാണ് സംഭവം. എന്തായാലും റിലേഷൻഷിപ്പുകൾ വേറൊരു രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടാനുള്ള ഹാപ്പിനെസ് എന്താണ്, ഒരു മനുഷ്യൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള രീതിയിലേക്ക്, സെക്ഷൽ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണെന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു ചൂരും അല്ലെങ്കിൽ ഒരു വലിയൊരു തീ ഗദ്ദാഫിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വിഷയമായി വേറെ വീഡിയോയിൽ വരുന്നതായിരിക്കും.